CPM വിട്ട് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്ക്. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിക്കും. വിജിൻ ബായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് തമിഴ് മേഖലയിലൊക്കെ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. വലിയൊരു തിരിച്ചടി തന്നെയല്ലേ? ആയിഷ പോറ്റിക്ക് ശേഷം വീണ്ടും CPM-ന് മറ്റൊരു തിരിച്ചടിയാവുകയാണ് ദേവികുളം മുൻ MLA. അതായത് 15 വർഷത്തോളം കാലം 2006 മുതൽ 2021 വരെ ദേവികുളം MLA ആയ എസ് രാജേന്ദ്രനാണ് ഇപ്പോൾ CPM-മായി നേരത്തെ പിണങ്ങി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും CPM വിട്ട് മറ്റൊരു പാർട്ടിയിലും എസ് രാജേന്ദ്രൻ ചേർന്നിരുന്നില്ല. ആ എസ് രാജേന്ദ്രനാണ് ഇപ്പോൾ BJP-യിൽ അംഗത്വം എടുക്കാനുള്ള ഇനി മണിക്കൂറുകൾക്കകം തന്നെ അംഗത്വം എടുക്കാൻ പോകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ CPM-നെതിരെ പല കാലങ്ങളിലായി ഈ MLA സ്ഥാനം നഷ്ടപ്പെട്ടതു മുതൽ എസ് രാജേന്ദ്രൻ നടത്തുകയും ഇപ്പോഴത്തെ ദേവികുളം MLA എ രാജയെ തോൽപ്പിക്കാനായി പലതരത്തിലുള്ള ഇടപെടൽ എസ് രാജേന്ദ്രൻ നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2022 CPM എസ് രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്കൊക്കെ ചേരുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പലതവണ പരന്നെങ്കിലും പക്ഷേ CPM നേതാക്കളുമായി നടത്തിയ ഒരു സമവായ നീക്കത്തിലേക്ക് ഒടുവിൽ മറ്റൊരു പാർട്ടിയിലും ഇതുവരെയും ചേരാതെ മാറി നിൽക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ ചെയ്തത്. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി 2 ആഴ്ചയ്ക്ക് മുമ്പ് എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ BJP-യിൽ അംഗത്വം എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എസ് രാജേന്ദ്രൻ എത്തിയിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് BJP-യുടെ സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവനിൽ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 11 മണിക്ക് എന്ന വാർത്താ സമ്മേളനം രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ എസ് രാജേന്ദ്രൻ എന്തായാലും അംഗത്വം സ്വീകരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആയിഷ പോറ്റി കൊട്ടാരക്കര മുൻ MLA 15 വർഷക്കാലം MLA-യും ഒപ്പം തന്നെ മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത്. അത് ഒരു വലിയ തിരിച്ചടിയും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമൊക്കെ. വിജിൻ, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി എസ് രാജേന്ദ്രൻ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു. 2 ആഴ്ച മുമ്പാണ് രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു നിലപാടിലാണോ പാർട്ടി ഉള്ളത്? വലിയ തരത്തിൽ തമിഴ് സ്വാധീന മേഖലകളിൽ ദേവികുളം മേഖലകളിൽ വലിയ സ്വാധീനമുള്ള ഒരു ആളാണ് എസ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും സസ്പെൻഷനൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ പാർട്ടി വിടാനുള്ളൊരു നീക്കം പലതവണ നടത്തിയ ഘട്ടത്തിലെല്ലാം CPM-ന്റെ ജില്ലാ നേതാക്കളും ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളും ഒക്കെ ഇടപെട്ടാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം BJP-യിൽ ചേരാനുള്ള തീരുമാനം അത് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് എടുത്തിട്ടുള്ളത്. ദേവികുളത്ത് BJP സ്ഥാനാർത്ഥിയായ എസ് രാജേന്ദ്രൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ള ഓഫർ ഉൾപ്പെടെ നൽകിയ ശേഷമാണ് BJP എത്താനുള്ള ഒരു തീരുമാനം എസ് രാജേന്ദ്രൻ എന്തായാലും ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 11 മണിക്ക് ഇപ്പോൾ അംഗത്വം സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ CPM ഏറ്റവും അവസാനം വരെ ഒരു സമവായ നീക്കത്തിലൂടെ മറ്റ് പാർട്ടിയിൽ എത്താതെ CPM-മായി സഹകരിക്കുന്നില്ലെങ്കിലും മറ്റ് പാർട്ടിയിലേക്ക് പോകാതെ നിൽക്കാനുള്ള ഒരു നീക്കം പലതവണ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ വിഫലമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അംഗത്വം എടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് എസ് രാജേന്ദ്രൻ കൂടി BJP സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ തമിഴ് മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ് എസ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ CPM നിലവിലെ എ രാജയാണ് അവിടെ MLA. അടുത്ത തവണയും MLA സ്ഥാനത്തേക്ക് എ രാജ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു നീക്കം BJP-യുടെ പുതിയ നീക്കം അത് CPM-ന് അത്ര പെട്ടെന്ന് വിജയിച്ച് കയറാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു CPM-ന് ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം പ്രധാന തിരിച്ചടിയായി തന്നെ എസ് രാജേന്ദ്രന്റെ BJP-യിലെ പ്രവേശനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ 2006 മുതൽ 2021 കാലം വരെ 15 വർഷത്തോളം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവും പ്രധാനപ്പെട്ട MLA-യും ഒക്കെയായി ഉയർന്നു വന്ന ആളാണ്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ മന്ത്രി പോലും ആകാനുള്ള സാധ്യതയൊക്കെ കണ്ടിരുന്നു എസ് രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം സീറ്റ് നൽകാത്തതിന്റെ ഭാഗമായിട്ടാണ് CPM-മായി പിന്നീട് പിണങ്ങുന്നതും പിന്നീട് രാജയെ തോൽപ്പിക്കാനുള്ള ഒരു നീക്കം ഒരു ഇടപെടൽ ഒക്കെ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്ന് കണ്ടെത്തുന്നത് CPM. അങ്ങനെ 2022-ലാണ് എസ് രാജേന്ദ്രനെ CPM-ൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നിരന്തരമായി CPM-മായി കലഹത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രാജേന്ദ്രൻ. പക്ഷേ പാർട്ടി വിട്ടുപോകാൻ അതുവരെയും തയ്യാറായിരുന്നില്ല. സസ്പെൻഷൻ നടപടിയും ഒക്കെ നേരിട്ട് പാർട്ടി ഘടകങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ പാർട്ടി വിട്ട് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നിരുന്നില്ല. ഇപ്പോൾ BJP-യിൽ ചേരുക എന്നുള്ളത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആയിഷ പോറ്റിക്ക് ശേഷം ഉള്ള ഒരു പ്രധാന നേതാവ് കാലങ്ങളായി MLA ആയൊക്കെ പ്രവർത്തിച്ച ഒരാൾ അത് BJP-യിലേക്ക് ചേരുന്നു എന്നുള്ളത് തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് മാറി നിന്ന ആളാണ്, പാർട്ടിയുമായി സഹകരിക്കാത്ത ആളാണ് എന്നുള്ള വാദം
വാദം ഒക്കെ ഉയർത്തിയായിരിക്കും എന്തായാലും CPM പ്രതിരോധിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല. ആയിഷ പോറ്റി മാറി നിന്നപ്പോൾ, ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഉൾപ്പെടെ പറഞ്ഞത് കാലങ്ങളായി മാറി നിൽക്കുകയും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലോ പാർട്ടി പരിപാടികളിലോ ഒന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ഒപ്പം തന്നെ സേവാഭാരതിയുടെ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവർ പോകുന്നതിൽ CPM തിരിച്ചടിയില്ല എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ എസ് രാജേന്ദ്രൻ BJP-യിൽ ചേരുമ്പോഴും അതേ നിലപാട് തന്നെയായിരിക്കും CPM സ്വീകരിക്കുക. MM മണിയൊക്കെ ആയി ഒരുപാട് കാലം കലഹിക്കുകയും MM മണിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം, CPM നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ പല ഘട്ടങ്ങളിൽ ദേവികുളം MLA ആയ ഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ എസ് രാജേന്ദ്രനും CPM തമ്മിൽ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ BJP-യിൽ അംഗത്വമെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ് രാജേന്ദ്രൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും 11 മണിക്ക് മാരാർജി ഭവനിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് എസ് രാജേന്ദ്രൻ അംഗത്വം കൈപ്പറ്റുക. അമൃത. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.